ഈ ഏരിയയിൽ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ്. സരളയും ബാബു ചേട്ടനോട് വന്നിട്ട് ഓടി എന്ന് പറയുന്നു, ഇതുപോലെ ഓടി വാ വീട്ടിലേക്ക് ആരോ കയറി എന്ന് പറഞ്ഞ് ഞാൻ അന്നേരം തന്നെ വണ്ടി എടുത്തുകൊണ്ട് ഇവിടേക്ക് വരുമായിരുന്നു. വന്നപ്പം നമ്മുടെ ബാക്ക് ഡോർ തുറന്നു കിടക്കുന്നതായിട്ട് കണ്ടു. ആ ഒരു ദേഷ്യത്തിലായിരിക്കാം വണ്ടിയുടെ പുറത്ത് ഇങ്ങനെ നമുക്ക് എന്തുവായാലും ഒരു പിടുത്തം കിട്ടുന്നില്ല, എന്താണ് വണ്ടി ഇങ്ങനെ ചെയ്തതെന്നുള്ളത് നമ്മുടെ ഒരു വലിയൊരു വിഷമം. നോക്കുമ്പോൾ എല്ലാ റൂമുകളിലും ഇങ്ങനെ ചെയ്തിരിക്കുന്നു, കഥകളിലെല്ലാം വെട്ടിപ്പൊളിച്ചാണ് അവർ കയറിയിരിക്കുന്നത്. മൊത്തത്തിൽ നമ്മുടെ ഏരിയയിൽ തന്നെ എല്ലാവർക്കും ഒരു ഭയമായി തുടങ്ങിയിട്ടുണ്ട്. നമസ്കാരം. ആൾതാമസമില്ലാത്ത വീട് കുത്തി തുറന്ന രാത്രിയിൽ മോഷണ ശ്രമം. വീടിൻ്റെ മുൻവാതിൽ തകർത്ത് മോഷ്ടാക്കൾ അകത്ത് കയറി വീടിനുള്ളിലെ മുറികളിൽ പരതിയിട്ടും സ്വർണമോ പണമോ ഒന്നും ലഭിക്കാതെ വന്നതിൻ്റെ വൈരാഗ്യത്തിൽ കാർപോച്ചിൽ കിടന്നിരുന്ന പുതിയ താർ ജീപ്പിന് കേടുപാട് വരുത്തുകയും ചെയ്തു. കഴിഞ്ഞ ജനുവരി മാസമാണ് ഈ വാഹനം വാങ്ങിയത്. താർ ജീപ്പിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ഉൾപ്പെടെയാണ് തകർത്തിരിക്കുന്നത്. ഏതോ ആയുധം ഉപയോഗിച്ചുകൊണ്ട് മുൻഭാഗവും സൈഡ് ഡോറുമൊക്കെ വരഞ്ഞിരിക്കുകയാണ്. അത്തരത്തിൽ പരിക്കേൽപ്പിച്ചിട്ടുണ്ട് ഈ വാഹനത്തിന്. ഏതായാലും ഈ സംഭവം നടക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഏനാത്ത് ഏഴംകുളം മാങ്കൂട്ടം ജെറിൻ ഭവനിൽ ജോസ് ഡാനിയലിൻ്റെ വീട്ടിലാണ്. കഴിഞ്ഞ ജനുവരി മാസം മുതൽ ജോസ് ഡാനിയലും ഭാര്യയും മക്കൾക്കൊപ്പം വിദേശത്താണ് കഴിഞ്ഞു വരുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം നടന്നുവെന്ന് കരുതുന്നു. രാത്രി മുതൽ CCTVയുടെ ദൃശ്യങ്ങളും വിദേശത്തിരിക്കുന്ന ജോസിന് ലഭിച്ചിരുന്നുമില്ല. ഇവിടെ നിന്നും ഈ CCTVയുടെ ദൃശ്യം അടങ്ങിയ DVR ഉൾപ്പെടെ മോഷ്ടാക്കൾ കൊണ്ടുപോയിരിക്കുകയാണ്. ഞായറാഴ്ച രാവിലെ ഈ വീട് നോക്കുന്ന ആൾ ഇവിടെ എത്തിയപ്പോഴാണ് വീട് കുത്തി തുറന്ന നിലയിൽ കാണപ്പെട്ടത്. ഏതായാലും അടുത്ത് താമസിക്കുന്ന സഹോദരനായ തോമസ് ഡാനിയലിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് അദ്ദേഹം വീടിനുള്ളിൽ കയറി പരിശോധന നടത്തിയപ്പോഴാണ് വീട്ടിലെ മുറികളിലെ അലമാരകളൊക്കെ അവരുടെ വസ്ത്രങ്ങൾ ഉൾപ്പെടെ താഴെ ഇട്ടിരിക്കുന്ന നിലയിൽ മോഷ്ടാക്കൾ കടന്നതായി കാണുന്നത്. പിന്നീട് നോക്കുമ്പോഴാണ് വാഹനം ഇത്തരത്തിൽ കേടുപാട് വരുത്തിയതും കാണുന്നത്. ഏതായാലും ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ CCTV ദൃശ്യം ലഭിക്കാത്തതിനെ തുടർന്ന് സമീപ പ്രദേശങ്ങളിലുള്ള വീടുകളിൽ നിന്നൊക്കെ CCTV ദൃശ്യം പോലീസ് ശേഖരിച്ചുകൊണ്ട് ഊർജിതമായ ഒരു അന്വേഷണം നടത്തുകയാണ്. ജോസ് ഡാനിയലിൻ്റെ സഹോദരനായ തോമസ് ഡാനിയൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് കേൾക്കാം. ഈ വിവരം എന്നാണ് നിങ്ങൾ അറിയുന്നത്? ഞായറാഴ്ച രാവിലെ 8 മണിയായപ്പോഴത്തും ഞാൻ ദേവാലയത്തിലേക്ക് പോകാൻ വേണ്ടി അയണൊക്കെ ചെയ്ത് ഡ്രസ്സ് ഇടാൻ സമയത്താണ് സരളയും ബാബു ചേട്ടനോട് വന്നിട്ട് ഓടി എന്ന് പറയുന്നു, ഇതുപോലെ ഓടി വാ വീട്ടിലേക്ക് ആരോ കയറി എന്ന് പറഞ്ഞ് ഞാൻ അന്നേരം തന്നെ വണ്ടി എടുത്തുകൊണ്ട് ഇവിടേക്ക് വരുമായിരുന്നു. വന്നപ്പം നമ്മുടെ ബാക്ക് ഡോർ തുറന്നു കിടക്കുന്നതായിട്ട് കണ്ടു. പിന്നെ ഞാൻ കിച്ചണിൽ കയറി നോക്കിയപ്പോഴത്തേനും കിച്ചണിൻ്റെ ഡോർ ഓപ്പണാണ്. അവിടുത്തെ കബോർഡെല്ലാം ഓപ്പണായി കിടക്കുന്നു. ബെഡ്റൂമിലേക്ക് വന്നപ്പം സെയിം അവസ്ഥ, എല്ലാം വാരി വലിച്ച് കബോർഡുകളെല്ലാം തല്ലി തുറന്ന രീതിയിൽ കിടക്കുക. അത് കഴിഞ്ഞ് ഞാൻ മേളിൽ പോയപ്പോഴത്തേനും എല്ലാ റൂമുകളിലും ഇതേ സെയിം അവസ്ഥയിലാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്ന് വണ്ടി കാണുന്നത്. വണ്ടി കണ്ടപ്പം ദാരുണമായി അടിച്ച് തകർത്ത് ഇങ്ങനെയെല്ലാം പോറിച്ച് മൊത്തം ബുദ്ധിമുട്ടാക്കിയിട്ടേക്കാം. പിന്നെ മെയിൻ റോഡ് ശ്രദ്ധിക്കുമ്പോഴത്തേനും അത് അടഞ്ഞ നിലയിലാണ് കണ്ടേ. പക്ഷേ ആക്ച്വലി അതാണ് ആദ്യം കുത്തിപ്പൊളിച്ചിരിക്കുന്നത്. അത് കുത്തിപ്പൊളിച്ചാണ് അകത്ത് കയറിയിരിക്കുന്നത്. വണ്ടി പുതിയ വണ്ടിയാണോ? പുതിയ വണ്ടിയാണ്. 3 മാസമായുള്ളൂ. താർ റോക്സ് എടുത്തിട്ട് 3 മാസമായിട്ടുള്ളൂ. ചേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം ലീവിന് വന്നപ്പം ചേട്ടൻ മോനോട് എടുത്ത വണ്ടിയാണ്. അവരിപ്പം എത്ര മാസമായി വിദേശത്ത് വർഷങ്ങളായിട്ട് അവർ വിദേശത്താണ്. ഇപ്പോൾ ലാസ്റ്റിൽ ജനുവരി 14-ാം തീയതിയാണ് തിരിച്ചു പോയത്. ജനുവരി 14-ാം തീയതി രാവിലെ 8 മണിക്ക് അവർ ഇവിടുന്ന് പോയത്. ഈ വീട്ടിൽ മുറികളിലൊക്കെ തപ്പിയിട്ടും സ്വർണമോ പണമോ ഒന്നും കിട്ടിയില്ല. ഇല്ല, ജസ്റ്റിന് വേണ്ടി പണവും സ്വർണവും ഞങ്ങൾ സൂക്ഷിച്ചിരുന്നില്ല. ആ ഒരു ദേഷ്യത്തിലായിരിക്കാം വണ്ടിയുടെ പുറത്ത് ഇങ്ങനെ നമുക്ക് എന്തുവായാലും ഒരു പിടുത്തം കിട്ടുന്നില്ല, എന്താണ് വണ്ടി ഇങ്ങനെ ചെയ്തതെന്നുള്ളത് നമ്മുടെ ഒരു വലിയൊരു വിഷമം. ഈ മുറിക്കുള്ളിലൊക്കെ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കബോർഡുകളെല്ലാം, നമ്മുടെ ഡോറുകളെല്ലാം തല്ലി പൊളിച്ചു. പിന്നെ കബോർഡുകളെല്ലാം തല്ലി വലിച്ചു വാരി, നമ്മുടെ സാധനങ്ങളെല്ലാം ഫുള്ള് വലിച്ചു വാരി ഇട്ടേക്കോ. തുണികളും മറ്റ് ബാഗുകളും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വലിച്ചു വാരി ഇട്ടിരിക്കും. വെള്ളിയാഴ്ച ആയിരിക്കും ഇത് നടന്നതെന്നാണ് കരുതുന്നത്. CCTV ദൃശ്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടോ? CCTVയുടെ DVR ഇവിടെ അവൈലബിൾ അല്ല. ആ വന്ന വ്യക്തി തന്നെ കൊണ്ടുപോയിരിക്കുകയാണ്.
നമുക്ക് വെള്ളിയാഴ്ച വൈകിട്ട് വരെ നമുക്ക് ഈ കാര്യങ്ങൾ വ്യക്തമായിരുന്നു. വെള്ളിയാഴ്ച 5 മണിക്കാണ് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. വെള്ളിയാഴ്ച 4 മണിക്ക് ബാബുച്ചേട്ടനും ഇവിടെ വന്ന് നോക്കിയിട്ട് പോയതാണ്. അത് കഴിഞ്ഞിട്ട് ശനിയാഴ്ച ഇവർ രണ്ടുപേരും, ഡ്രൈവറോ ബാബുച്ചേട്ടനോ ഇവിടെ വരാൻ പറ്റിയില്ല. ഞായറാഴ്ച ഇവർ വന്ന് നോക്കുമ്പോഴാണ് വിവരം അറിയുന്നത്. ഈ സ്വർണ്ണമോ പണമൊന്നും കിട്ടാത്തൊരു വൈരാഗ്യത്തിനായിരിക്കും അങ്ങനെ ചിന്തിക്കാനുള്ള കഴിവുള്ളൂ. നമുക്ക് വേറൊരു എന്തെങ്കിലും പോലീസ് വന്ന് കൃത്യമായിട്ട് അന്വേഷണം നടത്തി ഡോഗ് സ്ക്വാഡൊക്കെ പരിശോധിച്ചു. നമ്മൾ പോലീസ് സേനയിൽ വിശ്വസിക്കുന്നു പൂർണ്ണമായിട്ടും. ഒരു വ്യക്തമായ ഒരു തെളിവും ആൾക്കാരെ പിടിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മളിപ്പോഴും. ഈ മേഖലയിൽ അങ്ങനെ മോഷണങ്ങളൊക്കെ പതിവായിട്ട് നടന്ന ഈ ഏരിയയിൽ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ്. എനിക്ക് 51 വയസ്സായി, ഞാനിവിടെ ജനിച്ചു വളർന്ന ആളാണ്. ഞങ്ങളുടെ ദേശത്ത് ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ട് ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം. താങ്കൾ തൊട്ടടുത്ത വീട്ടിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കുടുംബ വീടാണ്, എൻ്റെ ജ്യേഷ്ഠൻ്റെ വീടായത്. ഞാൻ കുടുംബ വീട്ടിലാണ് താമസിക്കുന്നത്. ഒരു ഭീതിയിലാണെന്ന് തോന്നുന്നു ഇവിടെ ഉള്ളവരെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഇത് കഴിഞ്ഞപ്പോഴത്തേനും മൊത്തത്തിൽ നമ്മുടെ ഏരിയയിൽ തന്നെ എല്ലാവർക്കും ഒരു ഭയമായി തുടങ്ങിയിട്ടുണ്ട്. പൊതുവെ ഇങ്ങനെ സംഭവിക്കാത്തൊരു ഏരിയയാണ്. ഇവർ വിദേശത്ത് പോയതിനാൽ ഈ വീടൊക്കെ ശ്രദ്ധിക്കുന്നത് അയൽവാസി കൂടിയായ സനില ചേച്ചിയാണ്. ചേച്ചി വന്ന് നോക്കുമ്പോഴാണ് വീട് തുറന്നു കിടക്കുന്ന നിലയിലാണ് കണ്ടത്. ഞങ്ങൾ ഞായറാഴ്ച രാവിലെ 7:45 ഇവിടെ വന്നു. ഞങ്ങളിവിടെ അയ്യത്ത് കൃഷി ചെയ്യുന്നുണ്ട്. 4 വർഷമായി ഇവരിവിടെ താമസമായിട്ട്. അന്ന് മുതൽ ഞാനാണ് ഇവിടെ വീട് വൃത്തിയാക്കുകയും ഈ വീട് നോക്കുകയും ചെയ്യുന്നത്. ഞാനും എൻ്റെ ഹസ്ബൻഡും ഇവിടെ അയ്യത്ത് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞായറാഴ്ച രാവിലെ വന്നു ഇവിടെ വന്നാലുടനെ ഞങ്ങൾ ഈ പരിസരമെല്ലാം ചുറ്റും നോക്കിയിട്ടാണ് അയ്യത്തോട്ട് ഇറങ്ങാറ്. അന്ന് രാവിലെ വന്നു ഹസ്ബൻഡ് അടുക്കള ഭാഗത്തോട്ട് പോയി നോക്കി. ഞാൻ ഈ ഭാഗത്തും വന്ന് നോക്കി. അടുക്കള ഭാഗത്ത് ചെന്ന് നോക്കുമ്പോൾ അവിടെ മലമൂത്ര വിസർജനം ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പം പുള്ളിക്കാരൻ വിചാരിച്ച് ഇത് പട്ടിയോ വല്ലോ ആയിരിക്കുമെന്ന്. അപ്പോൾ അവിടെ ഒരു ചെറിയ ഗേറ്റുണ്ട്, അത് തുറന്ന് കിടക്കുന്നു. അതിനുശേഷം അച്ഛൻ അത് കണ്ടുകൊണ്ട് പെട്ടെന്ന് അടുക്കളയുടെ ഭാഗത്തോട്ട് ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ ഗ്രില്ല് തുറന്ന് കിടക്കുന്നു. അകത്തോട്ട് നോക്കിയപ്പം അകത്തോട്ടുള്ള കതവ് തുറന്ന് കിടക്കുന്നു. എന്നെ ഓടി വിളിച്ചു. ഞാനപ്പോൾ ഓടി അകത്ത് കയറി അടുക്കള വഴി ഞങ്ങൾ ഹാളിൽ വന്ന് നോക്കുമ്പോൾ ബെഡ്റൂം, കബോർഡുകൾ സർവ്വതും തുറന്നു കിടക്കും. അപ്പോഴേ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ എളുപ്പം വെളിയിലിറങ്ങി വണ്ടി എടുത്തുകൊണ്ട് സഹോദരൻ്റെ വീട്ടിലേക്ക് ചെന്ന് സഹോദരന്മാരെ എല്ലാം വിളിച്ചുകൊണ്ട് ഇവിടെ വന്നാണ് വീണ്ടും ഞങ്ങൾ മുകളിലത്തെ നിലയിലും എല്ലാം നോക്കുമ്പോൾ എല്ലാ റൂമുകളിലും ഇങ്ങനെ ചെയ്തിരിക്കുന്നു. കതകളിലെല്ലാം വെട്ടിപ്പൊളിച്ചാണ് അവർ കയറിയിരിക്കുന്നത്. പിന്നെ ഇത് ഞങ്ങൾക്ക് അതിയായ വിഷമമുണ്ട്. കാരണം 4 വർഷം കൊണ്ട് ഞാൻ ഇത് നോക്കുന്നത്. ഈ ഏരിയയിലോ ഇതിങ്ങനെ ആദ്യമായിട്ടൊരു സംഭവം ഞങ്ങളുടെ ഈ ഏരിയയിൽ. ഇവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇതുവരെ എങ്ങും ഉണ്ടായിട്ടില്ല. വെള്ളിയാഴ്ച 4 മണി വരെ നിങ്ങളുണ്ടായിരുന്നു. വെള്ളിയാഴ്ച 4 മണിക്ക് എൻ്റെ ഹസ്ബൻഡ് വന്നു. കൃഷിക്ക് വെള്ളം ഒഴിച്ചിട്ട് 4:30 ആയപ്പോഴും മഴയുണ്ടായിരുന്നു ആ സമയത്ത്. അന്ന് പുള്ളിക്കാരൻ വീട്ടിൽ വന്നപ്പോഴേക്കും വന്നതിന് ശേഷമാണ് മഴ പെയ്തത്. അച്ചായൻ വന്നതിന് ശേഷമാണ് ഈ കാറ് കൊണ്ടിട്ടത്. ഡ്രൈവർ 5 മണിക്ക് ശേഷമാണ് കാറ് കൊണ്ടിട്ടത്. അതിനുശേഷം ഭയങ്കര മഴയും കാറ്റും കരണ്ടും പോയായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ CCTVയിലെ ദൃശ്യം ഈ വിദേശത്തുള്ള അവിടുത്തെ ഈ ജോസച്ചാൻ്റെ അടുത്ത് കിട്ടി കാണത്തില്ല. അവർ പിന്നീട് ഒന്നും കണ്ടിട്ടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളോട് പറഞ്ഞു ഒന്നും കണ്ടില്ല, കറണ്ട് പോയി എന്നുള്ള. അവർ വിചാരിച്ച പോസ്റ്റലിലെ ലൈറ്റുകളെല്ലാം അങ്ങ് നിന്നപ്പോൾ അവർ വിചാരിച്ച കരണ്ട് പോയത് കൊണ്ടാണ് ഇതൊന്നും കിട്ടാഞ്ഞെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞായറാഴ്ച രാവിലെ വിളിക്കുമ്പോഴാണ് പറഞ്ഞത് ഇവിടെ കരണ്ടില്ലയോ, ക്യാമറ കാണുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ഇന്ന പോലെ സംഭവം എന്ന് പറഞ്ഞ് സഹോദരൻ പോലീസിനെ വിവരം. ഏതായാലും ഈ വണ്ടിയൊക്കെ പിന്നെയാണ് ചേച്ചി കണ്ടത്. ഞങ്ങൾ ഈ അകത്തെ എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴാണ് വണ്ടിയെ നോക്കുമ്പോഴാണ് ഇത് കണ്ടത്. സഹിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. അത്രമേലുള്ള ഒരിതാ. പുതിയ വണ്ടിയല്ലേ ജനുവരി മാസം. ഭയങ്കര വിഷമമായി തോന്നുന്നു. അവർക്ക് ഭയങ്കര വിഷമമാണ്. ജനുവരി മാസത്തിലെടുത്ത വണ്ടിയാണ്. ഏതായാലും ഇവന്മാരെ കള്ളന്മാരെ പിടികൂടുമായിരിക്കും പോലീസ്. കള്ളന്മാരെ എത്രയും പെട്ടെന്ന് പിടികൂടാൻ സഹായിക്കട്ടെ എന്ന് ദൈവത്തോട് പറയുന്നു. അടൂരിലെ ഏലാത്ത് പോലീസ് ഈ കേസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ വന്ന് പരിശോധന നടത്തുകയും ചെയ്തു. ഡോഗ് സ്ക്വാഡ് ഇവിടെ വന്ന് പരിശോധന നടത്തിയതിനു ശേഷം സമീപത്തുള്ള റബ്ബർ തോട്ടത്തിലേക്കാണ് പോയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഊർജിതമായ ഒരു അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. കൃത്യമായി ഈ സ്ഥലം നിരീക്ഷിച്ചതിന് ശേഷമാണ് CCTV ക്യാമറയിലും ശ്രദ്ധയിൽപ്പെടാതെയാണ് ഈ വീട്ടിലേക്ക് കയറിയതെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ സംഭവത്തെ തുടർന്ന് നാട്ടുകാരും വലിയ ഭീതിയിലാണ്. മേഖലയിൽ പരിശോധന ശക്തമാക്കണമെന്നൊരു ആവശ്യവും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ വീട്ടിൽ അതിക്രമിച്ച് കയറി രാത്രിയിൽ അതിക്രൂരമായ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഈ കാർപോർച്ചിൽ കിടന്നിരുന്ന വാഹനം അത് തകർക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. കൃത്യമായി ഈ പ്രതികളെ കണ്ടെത്തണമെന്ന് തന്നെയാണ് ഈ ബന്ധുക്കളുടെയും വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഒക്കെ ആവശ്യം. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മലയാളി, പത്തനംതിട്ട.